Guys, welcome back to Study War with Ice. This is day 2 of our 10-day study challenge. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ഡേ 2-ൽ ലാംഗ്വേജസും കൂടി ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഹിന്ദിയാണ് ലാംഗ്വേജ് ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയം വൈകാണ്ട് ചാലഞ്ചിലേക്ക് കിടക്കാം. സോ ഗൈസ്, എൻ്റെ ഫസ്റ്റ് സെഷനിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലാംഗ്വേജ് ആണ്, അതായത് ഹിന്ദി. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഹിന്ദിയാണ്. ഹിന്ദിയിലെ ചാപ്റ്റർ 3 യഹ് ഹമാര അധികാർ ഹെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്കൂളിൽ അപ്പോൾ അതേ എത്തിയിട്ടുള്ളൂ. അല്ല, സ്കൂളിൽ നമുക്ക് ചാന്തോർ കവി എന്ന് പറയുന്ന ചാപ്റ്റർ എത്തി. ഒരുപാട് മുമ്പോട്ട് നമുക്ക് സ്കൂളിൽ. പക്ഷേ ഞാനത്ര മുമ്പോട്ടല്ല, ഞാൻ പുറകോട്ട് തന്നെയാണ്. കാരണം ഞാൻ സ്കൂളിൽ എടുക്കുന്നതിന് നമ്മൾ വീട്ടിൽ വന്ന് വായിച്ചു നോക്കണം, എന്നാലേ നമുക്ക് വേഗം ഓർമ്മ കിട്ടുള്ളൂ. ഞാനത് വായിച്ചു നോക്കാറില്ല. ഞാൻ ഈ സബ്ജക്ട്സിൽ തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാറ്. സോ ലാംഗ്വേജസ് ഞാനിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ എയിം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ലാംഗ്വേജ് കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ലാംഗ്വേജസിന് ഇനി കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം. സോ ഞാൻ അതുകൊണ്ട് ഇന്ന് ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 എനിക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ട് ഞാൻ ചാപ്റ്റർ 3 ആണ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചാപ്റ്റർ 3ൻ്റെ എക്സാമിനർ ക്ലാസ്സാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. സോ ആ പാഠം എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചാപ്റ്റർ 3ൻ്റെ എക്സാമിനർ ക്ലാസ് കണ്ടു. സാറ് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അർത്ഥങ്ങളെല്ലാം എഴുതി വെച്ചു. ആ പാഠത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കഥയോ കവിതയോ ഒന്നും അല്ലല്ലോ. അത് നമുക്ക് ഒരു പത്ര മാത്രം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതലും ലാംഗ്വേജ് സ്കില്ലാണ് അതിന് വേണ്ടത്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ അറിയണം, അതാണ് വേണ്ടത്. സാറ് പറഞ്ഞത് ആ പത്ര പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 8 മാർക്ക് കിട്ടുന്നു. ആ പത്രൻ്റെ ഫോർമാറ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് 8 മാർക്ക് കിട്ടുന്നതാണ് പഠിച്ചത്. അപ്പം അത്രയും നല്ലൊരു ചാപ്റ്ററാണ്. നമുക്ക് വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് നമുക്ക് ലാംഗ്വേജ് സ്കില്ല് ഉണ്ടെങ്കിൽ. എനിക്ക് ലാംഗ്വേജ് സ്കില്ല് ഞാൻ വളരെ മോശമാണ്. സോ അതെനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ദിവസം മാത്രമല്ല, ഇനിയുള്ള എല്ലാ ഡേയ്സിലും, ഈ 10 ഡേയ്സിലെ എല്ലാ ഡേയ്സിലും ഞാൻ ലാംഗ്വേജിന് 1 അവർ എന്തായാലും വെക്കും. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും. എന്തായാലും ലാംഗ്വേജിന് 1 അവർ വെക്കും, അത് ഷുവറാണ്. സോ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ് ചാപ്റ്റർ. കാരണം നമ്മൾ ആ ഒരു ഫോർമാറ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിൽ നെയിമും പേരും അതേപോലെ അഡ്രസ്സും ക്വസ്റ്റ്യനിൽ തരും. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം, ഈ ലാംഗ്വേജിനെ കുറിച്ച് ഐഡിയ വേണം. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നമുക്ക് അറിയണം. അങ്ങനെ അറിയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ സെറ്റാണ് ഗൈസ്. നമുക്ക് 8 മാർക്ക് നമ്മളെ കയ്യിലുണ്ടാവും. അങ്ങനെ ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഹിന്ദി വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുവാൻ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജസ് നമുക്ക് പഠിക്കാൻ ഏറ്റവും ആവശ്യം എന്ന് പറയുന്ന ഡെയിലി റീഡിംഗ് ആണ്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേഗം ഇങ്ങനെയുള്ള ലാംഗ്വേജസ്, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി പോലെയുള്ള ലാംഗ്വേജസ് നമുക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആ ലാംഗ്വേജിനെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഹിന്ദി. ഹിന്ദിയിൽ നമുക്ക് മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് തന്നെയാണ് ഹിന്ദി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹിന്ദി ഈസി ആണോ അതോ എന്നെ പോലെ കുറച്ച് ടഫാണോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഗൈസ്, സെഷൻ 1 ഹിന്ദി കഴിഞ്ഞപ്പം ഞാനൊരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ അടുത്ത പഠിച്ചത് സുവോളജിയിലെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ അത് ഓൾറെഡി പകുതി പഠിച്ചതാണ്. അപ്പോൾ പകുതി പഠിച്ചതിന് ശേഷം ബാക്കി എനിക്ക് പഠിക്കാനുണ്ടായത്, അതായത് മോണോസാക്രൈഡ് മുതലാണ് എനിക്ക് പഠിക്കാനുണ്ടായത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലോണം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതായത് നമുക്ക് ആകെ പഠിക്കാനുള്ളത് മൈക്രോ മോളിക്യൂൾസ്, മാക്രോ മോളിക്യൂൾസ്, മൈക്രോ മോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾസ്, മാക്രോ മോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾസ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ കാര്യങ്ങൾ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാമല്ലോ, കെമിസ്ട്രിയായിട്ട് നല്ല റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം അതിൻ്റെ മോളിക്യുലർ സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മെമ്മറിയിൽ അത് നല്ലതുപോലെ ഉണ്ടാവും. ഞാനിത് കഴിഞ്ഞ മൺഡേ ആയിട്ടാണ് പഠിച്ചത്, പക്ഷേ എനിക്കിപ്പോൾ വായിച്ചു നോക്കുമ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവുന്നൊരു ചാപ്റ്ററാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചാപ്റ്ററാണ്. കാരണം പഠിക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മളെ മെമ്മറിയിൽ ആ ചാപ്റ്റർ ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. സോ ഈ സെഷനിൽ തന്നെ ഞാൻ ആ ബയോമോളിക്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒറ്റ ഇരുത്തത്തിനല്ല, ബ്രേക്സ് കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ സെഷൻ 2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ½ ആൻ അവർ ഞാൻ ബ്രേക്ക് എടുത്തു. അങ്ങനെ ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എടുത്തത് ബയോളജി തന്നെയാണ്. സുവോളജിയിൽ ചാപ്റ്റർ 2 ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ ചാപ്റ്റർ ഞാൻ ഓൾറെഡി അനലിഡ വരെയാണ് മുമ്പേ പഠിച്ചത്. ഇന്ന് പഠിച്ചത് ആർത്രോപോഡ, മൊളസ്ക, ഈ 2 ഫൈലംസാണ് ഇന്ന് പഠിച്ചത്. സോ
ഞാൻ ഈ ചാപ്റ്റർ പറയുന്നത് വെച്ചാൽ ബയോമോളിക്യൂൾസിന് നേരെ ഓപ്പോസിറ്റാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം ബയോമോളിക്യൂൾസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ടേംസ് എല്ലാം നമ്മളെ ഓർമ്മയിലുണ്ടായിരുന്നു. ഈ ചാപ്റ്ററാണെങ്കിൽ എനിക്ക് ഒരുപാട് ടേംസ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് മുമ്പേ നേരത്തെ ഞാൻ കണ്ട വീഡിയോ വീണ്ടും ഒന്ന് വാച്ച് ചെയ്ത് അതെല്ലാം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു ഡിഫറൻസ് എനിക്കിത് ഫീൽ ചെയ്തു. പക്ഷേ ഈ ചാപ്റ്റർ പഠിക്കാൻ വളരെ എളുപ്പമാണ്, പഠിച്ചു കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. ബയോമോളിക്യൂൾസ് പഠിക്കാൻ നല്ല പാടുമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഓപ്പോസിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ 2 ഫയലും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇത് പഠിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു എക്സാമ്പിൾ മനസ്സിൽ വിചാരിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, അതായത് സെല്ലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനും സീലം അങ്ങനെ പോലെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് പറയാൻ വേണ്ടി പറ്റും. ആ ടിപ്പ് യൂസ് ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കേസ് അപ്പോൾ നമ്മുടെ ഡേ 2 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ ഡേ 1 കമ്പയർ ചെയ്യുമ്പോൾ ഡേ 2 ടാസ്ക് കുറവാണെങ്കിലും കുറച്ചുകൂടി എനർജറ്റിക്കായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി. കാരണം ഞാൻ ഡേ 1 അത്ര ബ്രേക്ക് എടുത്തിട്ടില്ലായിരുന്നു. ഡേ 2 ഞാൻ ബ്രേക്ക് എടുത്തുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് പഠിക്കാൻ പറ്റി. സോ ഡേ 2 ഞാൻ കുറച്ചുകൂടി കണ്ടൻസാണ് ഇൻക്ലൂഡ് ചെയ്തത്. അതായത് ഓരോ സബ്ജക്ട്സിനെ കുറിച്ച് എൻ്റെ വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയിലും ഇതേപോലെ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഓരോ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ. ആൻഡ് ഇത് ഡേ 1 കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. ഡേ 1 നിങ്ങൾ കാണണം. ആൻഡ് ഡേ 3 പറയുന്നത് ഇതേപോലെ തന്നെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് നല്ല സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ.